ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്തെടുക്കാം. നന്നായി ഒന്ന് വറുത്തെടുക്കാം. റോസ്റ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് ഇപ്പോൾ നമ്മുടെ നാളികേരം ക്യാരറ്റൊക്കെ പാകമായി വന്നിട്ടുണ്ട്. അത് നമുക്കിനി റോസ്റ്റ് ചെയ്ത് വെച്ച ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പാനിയാണ്. അത് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചത്. ഒരു പാകത്തിലാണ് മാവിരിക്കേണ്ടത്. ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സ്റ്റീമറിൽ വെച്ച് നമുക്കിത് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പലഹാരമായിട്ടുണ്ട്. നമുക്ക് തന്നെ ഇതൊന്ന് തുറന്ന് നോക്കാം.